നോക്കിക്കാണ്ട് തട്ടല്ലയാ. ഒരു കാര്യം എനിക്ക് എല്ലാവരോടും കൂടി പറയണം. ആരുടെയും സ്ഥലകാല ബോധം പോകാതെ ശ്രദ്ധിക്കണം. ലച്ചൂസേ, പ്രത്യേകിച്ച് നീ. സോറി. ഇത് ഒറിജിനലാണോ? നമുക്കൊന്ന് ഉരച്ചു നോക്കിയാലോ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. സിദ്ധു കുറെ സ്വർണ്ണൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ? അല്ലെ സിദ്ധു? അതെ അതെ അതെ, ഞാൻ എത്രയോ ഗോൾഡ് കണ്ടിട്ടുള്ള. കണ്ടിട്ടേ ഇത് ഒറിജിനൽ ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ അറബികളുടെ മക്കള് വരെ ഇതുപോലത്തെ ബിസ്ക്കറ്റ് ഇട്ടിട്ട് കളിക്കുന്നേ, സ്വർണ്ണ ബിസ്ക്കറ്റ്. അയ്യേ, അവങ്ങൾക്ക് വിളയാടത്തേക്ക് വേറെ ടോയ്സ് എല്ലാം ഇല്ലയാ? 5 മിനിറ്റ് മുണ്ടായിരിക്കും എല്ലാം തറ ഞാൻ. അളിയാ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാ ഒരു കാര്യം ചെയ്യാം. ഈ ബിസ്ക്കറ്റ് എല്ലാം എടുത്ത് ഈ തിരിച്ച് ബാഗിൽ വെക്കാം. എന്നിട്ട് ബാഗ് കൊണ്ട് നമുക്ക് സേഫ് ആക്കി കട്ടിലടി വെക്കാം. ഓക്കെ ഓക്കെ, തിരിച്ചു. சரி, டாடி இதுல எவ்வளவு பவுன் வரும்? തുറക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. എടുത്ത് സൂക്ഷിച്ചു. ഓ തങ്കം. കട്ടിലടി ബാ. അങ്ങോട്ടാ ആരും കണ്ട. അളിയ വീല. തുറക്കണ്ട. അതെ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, ചെയ്യാം. നീ വായനത്തിനും ഉണ്ടായിരുന്നോ? ഇനി ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ രാത്രിയിലത്തെ ഫുഡ് ഞാൻ കട്ട് ചെയ്യും. ഇതെന്താ എല്ലാരും എന്റെ പുറകെ കിടക്കണേ? അളയല്ലേ നമ്മുടെ നേതാവ്. അതിന് അപ്പം എടാ മുമ്പിൽ നിന്ന് മാറി ഇന്ന്. അളിയ കുമ്മെന്ന് പറഞ്ഞോണ്ടിരിക്കാതെ കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ, വാ തുറന്നു. അളിയാ, എനിക്ക് തോന്നുന്നതേ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു വള്ളി ഉണ്ടെന്നാ. ഓ, വള്ളിയൊന്നും അല്ല മോനെ. പണ്ടൊരു ജോത്സ്യം വീട്ടിൽ വന്നായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തോന്നറിയാവോ? നമ്മുടെ കുടുംബത്തിന് നിധി കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന്. ഇപ്പൊ അത് സത്യമായില്ലേ? ഓ, പിന്നെ നിധി ഇരിക്കണ്. എന്റെ അമ്മൂമ്മ ഇത് നിധി ഒന്നും അല്ല. ഞാൻ അളിയന്റെ സൈഡിലാണ്. എനിക്ക് തോന്നുന്നത് ഈ സ്വർണത്തിന്റെ പുറകിൽ എന്തോ ഒരു വശപ്പശ കൊണ്ട്. ഞാനേ ചിന്തിച്ച് നോക്കിയപ്പം ഇത് ഗൾഫിൽ നിന്ന് സ്മഗിൾ ചെയ്ത് വന്ന ഗോൾഡ് ആവാനാണ് സാധ്യത. കസ്റ്റംസ് ചേസ് ചെയ്ത് പിടിക്കപ്പെടുവാനായപ്പോ ഇത് പാതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞു കാണണം. ഇതിന്റെ പിന്നിലെ ഏതോ വലിയ ടീമുണ്ട്. ചേച്ചി, ഇത് അളിയൻ പറഞ്ഞായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോളേ, ഇന്നലെ രാത്രി നമ്മുടെ പാലച്ചോടില്ലേ ജംഗ്ഷനിൽ ഒരു മരത്തിലൊരു വണ്ടി ഇടിച്ചായിരുന്നു നിയന്ത്രണം വിട്ട്. മിക്കവാറും യവന്മാരുടെ ആയിരിക്കും, സ്മഗ്ലേഴ്സിന്റെ. അല്ല, അപ്പൊ സിദ്ധു പറയുന്നത് സത്യമാണോ? ആയിരിക്കും. ഇടക്കിടന്ന് നിലവിളിക്കല്ലേ? ഈ കാര്യം പാറുവിനെ അറിയിക്കണ്ടേ? സ്വർണത്തിന്റെ കാര്യം പിഞ്ചു മനസ്സാണ്. നമ്മൾ പോലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ന്യായത്തുള്ള എല്ലാരെയും വിളിച്ച് പറയും. കുറഞ്ഞത് അവളുടെ ആ കുഞ്ഞിപ്പപ്പിയെങ്കിലും വിളിച്ച് പറയും. അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ല, പോസ്റ്റർ അടിക്കും. അവസാനം നാട്ടുകാർ മൊത്തം ഇങ്ങോട്ട് എഴുന്നുള്ളൂ. എന്തിന്? സ്വർണത്തിന്റെ പങ്ക് ചോദിക്കാൻ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്വർണം കളഞ്ഞു പോയവന്മാരെ ഈ സ്വർണം തപ്പി എന്തായാലും വരൂലേ? അത് എന്തായാലും നല്ലൊരു ബെഡ പാർട്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന്മാർ എന്തായാലും CCTVയും ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ CCTVയിൽ കാണൂല നീ ബാഗ് എടുത്തോണ്ട് പോണത്. അങ്ങനെയാണെങ്കിൽ നീ പെടൂലേ? നമ്മളെല്ലാരും പെടൂലേ? അളിയ, അവിടെ CCTV ഉണ്ടായിരുന്നോ? ഞാൻ നോക്കിയില്ല. അല്ല, അങ്ങനെ ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ എന്താ, സ്വർണം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ബാഗ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവിടുന്നു. ആ വൃത്തി ഉണ്ടല്ലോ, അവാരം തന്നെ ഏട്ടാ. പിന്നെന്തുവാ, സ്വർണം അവിടെ കൊണ്ടിട്ട് ബാഗും കൊണ്ട് പോരണോ? അതെ, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നതേ സ്വർണം ഗോൾഡ് ബിസ്ക്കറ്റ്. എനിക്കത് തനി തങ്കമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം,
ഗോൾഡ് മൊത്തമേ ഞാൻ ഒരു മാസത്തേക്ക് എന്റെ കയ്യിൽ കസ്റ്റഡിയിൽ സേഫ് ആക്കി വെക്കും. ആ അത് നല്ലൊരു ഐഡിയ. കൊള്ളാല്ലാതെ എന്ത് നൈസില് ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് അമുക്കാൻ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കൂല. സ്വർണ്ണത്തെ തൊട്ടോ കൂടെ. അയ്യോ എവിടെ എവിടെ? ആ ആ ആ. നിക്ക് 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 നിക്ക്. നീ എന്ത് ചെയ്യാൻ പോവാ? ഇത് ഞാൻ കൊണ്ട് വിൽക്കും. അപ്പൊ അവരിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നീ എന്തു പറയും? കുടുംബ സ്വത്താണെന്ന് പറയും. തേങ്ങ അളിയെ, ഇത് എവിടെങ്കിലും കൊണ്ട് തൂക്കി നോക്കിയപ്പോലും ഉണ്ടല്ലോ നീ പിടിക്കപ്പെടും. ഇതിവിടെ ഇരിക്കുന്നതാണ് സേഫ്, മനസ്സിലാക്ക. ഇതേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. കൊണ്ടേ വിറ്റ് കഴിഞ്ഞാ എല്ലാവരുടെ പ്രശ്നങ്ങളും തീരും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഒറ്റടിക്ക് കൊണ്ടേ വിൽക്കാൻ പറ്റൂല. ഓരോന്നായിട്ട് കൊണ്ടേ കൊടുത്ത് എന്തെങ്കിലും മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലും ആക്കേണ്ടി വരും. അത് ചേച്ചി പറഞ്ഞതൊരു കാര്യമായ കാര്യമാണ്. നമുക്ക് ഇത് ഓരോരോന്നായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉരുപ്പൊടിയാക്കാം. ഈ സാധനം എവിടുന്ന് കിട്ടിയെന്നൊരു ചോദ്യം എന്തായാലും വരില്ല. കാരണം അളിയൻ കാശുകാരനാണല്ലോ. അളിയൻ കാശുകാരനാ? ഏത് വകയില്? എന്ത് ചേച്ചി അങ്ങനെ? സത്യം പറയാലോ, അളിയൻ ഈ സ്വർണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി വെൽ സെറ്റിൽഡ് അല്ലേ? എന്താ ശിവ അങ്ങനത്തെ ഒരു സംസാരം? എനിക്ക് കൂടുതലൊന്നും വേണ്ട. ഒരെണ്ണം അപ്പൂപ്പന്റെ പെട്ടിക്കകത്ത് വേണം, അത്രേ ആഗ്രഹമുള്ളൂ. ആ പെട്ടിക്കകത്ത് കൊറേ സ്വർണം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇരിക്കുന്നു. എന്ത്? പോയി നോക്ക്, ഇപ്പോഴും കാണും സ്വർണ്ണമൊക്കെ. அம்மா சத்தியம் சொல்லுங்க, அங்க எவ்வளவு தங்கம் வச்சிருக்கீங்க? അത് കുറച്ച് പൊട്ടും പൊടിയും ഒക്കെ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. പൊട്ടും പൊടി ഇച്ചിരി വല്ലതും കാണല്ലേ? തൂത്തുവറക്കി എടുത്തു കഴിഞ്ഞാൽ അതാ ഇതിന്റെ ഒരു 4 ഇരട്ടി വരും. ഇത്രേ ഉള്ളൂ അമ്മൂമ്മ. അത് വല്ലപ്പോഴും പോയി എടുത്തൊന്ന് നോക്കണം. ചിലപ്പം വല്ല കള്ളന്മാരും എടുത്തോണ്ട് പോയി കാണുവേ. അയ്യോ, അപ്പൊ നമുക്കങ്ങ് പടവലത്തോട്ട് പോയാലോ? അയ്യാ, കള്ളന്മാരുടെ കാര്യം പറയപ്പോ ടെൻഷനായല്ലേ? തൽക്കാലമേ നമുക്ക് ഈ സ്വർണത്തിന്റെ കാര്യം തീരുമാനിക്കാം. ഇത് വീതം വെച്ചെടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്ക് വീതം വെച്ചാലോ? അതെ, ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കിട്ടിയ സ്വർണം എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയണത്. ഇത് എടുത്തോണ്ട് വന്നത് ആരാണ് എന്നുള്ള കാര്യം ആരും മറക്കരുത്, ഞാനാണ്. അതിന് ഈ വീട്ടിൽ ആർക്ക് എന്ത് കിട്ടിയാലും അത് ഈ വീട്ടിൽ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ എന്റെ നിന്റെ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും ഇവിടെ ഇല്ല. വീതം വെക്കുമ്പോഴത്തേക്ക് സ്വർണ്ണമായിട്ടാണെങ്കിലും കാശായിട്ടാണെങ്കിലും കിട്ടാനുള്ളത് കിട്ടിയേ പറ്റത്തുള്ളൂ. ദൈവമേ, ഇത്തിരി സ്വർണം കിട്ടിയപ്പോഴത്തേക്കും സ്വഭാവം മാറിയ മാറ്റം നോക്കിക്കേ. கொஞ்சமா. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സ്വർണ്ണേ സത്യമുള്ള സ്വർണ്ണമാണെങ്കിലോ ഏതെങ്കിലും സ്വർണ്ണ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണെങ്കിലോ? അങ്ങനൊക്കെ ഉണ്ടാവും. പിന്നെ സ്വർണ്ണ കച്ചവടക്കാരെയും സ്വർണ്ണം ബാഗിലിട്ടുണ്ടല്ലോ നടക്കണം. എടാ, പുള്ളി വല്ല വണ്ടിയിൽ പോകുന്ന വഴിക്ക് അറിയാതെ കയ്യിൽ നിന്ന് താഴെ വീണതാണെങ്കിലോ? അങ്ങനെയും ചാൻസ് ഉണ്ടാവില്ലോ. അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെയും ആവാലോ. അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അങ്ങനെ ആയിരിക്കുമോ മോളെ? അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് വേണ്ട. ശരിയാ, ചേച്ചി പറഞ്ഞ പോലെ കാര്യം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൈവച്ചോണ്ടിരിക്കണ്ട. എത്ര വേഗം എവിടെ വെച്ച് കൊണ്ട് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഇതിപ്പോ എവിടെ കൊണ്ട് കൊടുക്കും എന്ന് പറ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാം. എന്താ പറയണ? അതാവുമ്പോ ഇപ്പം അളിയ നേരത്തെ പറഞ്ഞത് വല്ല കള്ളക്കടത്ത് മുതലാണെങ്കിൽ നമുക്ക് അതിന്റെ പാരിതോഷികം കിട്ടും. അഥവാ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഏതെങ്കിലും സ്വർണ്ണക്കടക്കാരന്റെ സത്യമുള്ള സ്വർണ്ണം ആണെങ്കിൽ ചിലപ്പം പുള്ളിക്ക് മനസ്സലിവ് തോന്നിയിട്ട് നമുക്കൊരു ബാർ തന്നാലും തരും. അത് കൊള്ളാം. ചേച്ചി എന്താ പറയണ? എന്നാ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്ക്. അതാണ് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന പരിപാടി. അളയാ, അങ്ങനെയാണെങ്കിൽ വാ നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. അളയാ, ഇതാളെയും പിടി. ഞാൻ തന്നെ പിടിക്കണം അല്ലേ? പിടിയളയാ, വാ വാ. മക്കളെ, പോയോരെ കാണുന്നില്ലല്ലോ. പാരിതോഷികം കിട്ടിക്കാണോ? നിന്റെ അമ്മൂമ്മ അവരിങ്ങ് വന്നോളും. അമ്മ സമാധാനിച്ചേ, അടകത്തേറിയിരുന്നേ. മക്കളെ, ഈ കള്ളക്കടത്ത് സ്വർണ്ണമാണെങ്കിൽ നമുക്ക് എത്ര ശതമാനം കിട്ടും? എത്ര ശതമാനം കിട്ടും?
അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ അമ്മൂമ്മ? എനിക്കറിയാൻ പാടില്ല. ഈ സ്വർണ്ണക്കടക്കാരുടെ വല്ലതും ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു ബിസ്ക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഇഷ്ടംപോലെ സ്വർണം പടവലത്തെ വീട്ടിലെ പെട്ടിക്കകത്തില്ലേ? എന്നിട്ട് മാർത്തിയോ? സ്വർണ്ണം അല്ലേ മക്കളെ, അത് കാണുമ്പോ ഒരു അതെ അതെ അതെ. എന്തായി, കിട്ടിയാ പാരിതോഷികം? കിട്ടിയാ? എന്തേ ഇവിടെ? പോലീസുകാരെ ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കാഞ്ഞത് മഹാഭാഗ്യം. എന്താ അങ്ങനെ? എൻ്റെ പൊന്ന് ചേച്ചി, ഞാൻ ഈ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് വന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, സ്വർണ്ണ ബിസ്ക്കറ്റ്, അത് സ്വർണ്ണമല്ല. ഇന്നലെ ഇവിടെ കാക്കനാട് ഒരു പടത്തിന്റെ ഷൂട്ട് നടപ്പുണ്ടായിരുന്നു. എന്തോ സ്വർണ്ണ സ്മഗ്ലിംഗ് ആയിരുന്നു കഥ. അപ്പൊ അതിനു വേണ്ടി കുറെ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ ഡമ്മി അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആർട്ട് ഡയറക്ടർ ഈ ഡമ്മിയും കൊണ്ട് പോണ വഴിക്ക് ഇതെവിടെയോ കളഞ്ഞു പോയി. അതായിരുന്നു ഈ ഞാൻ ഇങ്ങോട്ടെടുത്തോണ്ട് വന്നത്. അപ്പൊ അത് സിനിമാക്കാരുണ്ടാക്കിയ ഡമ്മി സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരുന്നാ? എന്തൊക്കെയായിരുന്നു. ഇച്ചിരി സ്വർണ്ണ ബിസ്ക്കറ്റ് വീട്ടിലേക്ക് വന്നപ്പോ ഒരുത്തിയുടെ സ്വഭാവം മാറുന്നു, ഒരാൾ അതുകൊണ്ട് മധുരയ്ക്ക് പോവാൻ നോക്കുന്നു. എവിടെയാ അടച്ചു വെക്കണ്ടേ? എവിടെയായിരുന്നു? പെട്ടിക്കകത്തല്ലേ? പെട്ടിക്കകത്ത് ഒരു തന്നെ അറബി പിള്ളേര് സ്വർണ്ണ ബിസ്ക്കറ്റ് കണ്ടാ കളിച്ചോണ്ടിരുന്നേന്ന്. എന്തൊക്കെ ഡയലോഗായിരുന്നു എന്റെ പൊന്നു സിദ്ധുവേ, സമ്മതിക്കണം. ഇപ്പൊ എല്ലാം പോയി, പുതാ ഹവ അല്ലേ? ആർക്കാണ് ചേച്ചി ഒരു അബദ്ധം പറ്റാത്തത്?